താൻ ആൽബങ്ങളിലും മറ്റും അഭിനയിക്കുന്നത് കുടുംബത്തോട് പറഞ്ഞതിനു ശേഷമാണെന്ന് നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി. നാട്ടുകാർ പറയുന്നതിനോട് മറുപടി പറയേണ്ട കാര്യം തനിക്കില്ല എന്നും രേണു സുധി വ്യക്തമാക്കി. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേണു. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കുട്ടികൾ അതൊന്നുമല്ല വിഷയം, കുഞ്ഞിന് അതൊന്നും അറിയില്ല, മൂത്ത മോൻ അതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. അമ്മ എന്തിനാണ് ഈ കമൻ്റൊക്കെ വായിക്കുന്നതെന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. വേറെ പണിയില്ലേ? അമ്മയ്ക്ക് എന്നെ അറിയാം, എനിക്ക് അമ്മയെയും അറിയാം. അവൻ അധികം സംസാരിക്കാത്തയാളാണ്. സുധിച്ചേട്ടൻ ഉള്ളപ്പോൾ സുധിച്ചേട്ടനോടാണ് കൂടുതൽ സംസാരിക്കുക. ഇപ്പോൾ എന്നോടും. ഓരോരുത്തർക്ക് ആ സ്വഭാവമല്ലേ? ആ കുട്ടിക്ക് ആ ഒരു സ്വഭാവമാണ്. അവൻ്റെ മുഖം വിഷമത്തിലിരിക്കുന്നു, ഞാൻ ഏതാണ്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല. അവൻ 20 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അത്രയും വലിയ ഒരു കുട്ടി എന്നെ ഇപ്പോഴും അമ്മയായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അവൻ്റെ അടുത്ത് നിൽക്കുന്നത്? 12ാമത്തെ വയസ്സിൽ എന്നെ അമ്മ എന്ന് വിളിച്ചവനാണ് അവൻ. ഇന്നും അമ്മ എന്ന് തന്നെയാണ് എന്നെ വിളിക്കുന്നത്. അതിനകത്തൊരു സത്യമില്ലേ? അതുകൊണ്ട് ഞാൻ ഈ കമൻറ്റ് കണ്ട് ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ്? എല്ലാം അവനെ അറിയിച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. വീട്ടുകാർ എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. ദാസേട്ടനുമായിട്ടുള്ള വീഡിയോയ്ക്കും മനുവുമായുള്ള വീഡിയോയ്ക്കും എല്ലാം പ്രോജക്റ്റ് വരുമ്പോൾ എനിക്ക് അറിയിക്കേണ്ടത് ഇവരോട് മാത്രമാണ്. എനിക്ക് നാട്ടുകാരെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ അമ്മ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവല്ല, നോക്കാറുമില്ല. അമ്മ കാണിച്ചാൽ കാണും. അവരുടെ അടുത്ത് ഇപ്പോഴും കീപാഡ് സെറ്റാണ്. പപ്പ, ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, ഈ 4 പേരോട് ഞാൻ പറയും. അവർ ഓക്കെയാണ്, അവർ ഫുൾ സപ്പോർട്ടാണ്. അതുപോലെ കിച്ചു, അവനിതൊന്നും മൈൻഡ് ചെയ്യാറേയില്ല. ഒരിക്കൽ ഒരുത്തൻ കമൻ്റ് ഇട്ടു, നിങ്ങളുടെ വീഡിയോയ്ക്ക് അവൻ ലൈക്ക് ഇടുന്നില്ലല്ലോ എന്ന്. ഞങ്ങൾ റീൽ കണ്ട് ലൈക്ക് ചെയ്തിട്ടുള്ള ബന്ധമല്ല. ഞാൻ അവൻ്റെ അമ്മയാണ്, എൻ്റെ മോനാണ് അവൻ. അവൻ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊന്നും അയച്ചു കൊടുക്കാറില്ല. ഇതിനു മുൻപ് ഞാൻ അവനോട് പറയും, എടാ ഒരു ഷൂട്ട് വരുന്നുണ്ട്, ഞാൻ പോയി ചെയ്യുമെന്ന്. അവൻ ഓക്കെ പറയും. ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ട ഒരാൾ കൂടിയുണ്ട്, സുധിച്ചേട്ടൻ്റെ വൈഫ്. ഏട്ടത്തിയുടെ അടുത്ത് കാര്യം പറയും. ഒരു ഷൂട്ട് വരുന്നുണ്ട്, അത് ചിലപ്പോൾ നാളെ കല്യാണം കഴിഞ്ഞു എന്ന് തന്നെയായിരിക്കും വരിക, നമുക്കറിയില്ലല്ലോ. രേണുവിനോട് കംഫർട്ട് ഉള്ളത് ചെയ്യുക എന്നാണ് ഏട്ടത്തി പറയുക. ഇത്രയും പേരെയാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നും രേണു പറഞ്ഞു.